രാഷ്ട്രപതിയുടെ റഫറൻസിൽ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതി ബില്ലുകൾ നീളുന്നതിൽ എന്താണ് പരിഹാരമെന്ന് ഭരണഘടനാ ബെഞ്ച് ചോദിച്ചു. നിയമനിർമ്മാണത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്കാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. സിബി ചേരുകയാണ്. സിബി, എന്തൊക്കെയാണ് സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് വാദത്തിനിടയ്ക്ക് പറഞ്ഞത്? ഈ രാഷ്ട്രപതിയുടെ റഫറൻസിന്മേൽ ഇപ്പോഴും വാദം പുരോഗമിക്കുകയാണ്. പ്രധാനമായും കേന്ദ്ര സർക്കാരിന്റെ വാദമാണ് നടക്കുന്നത്. ഇന്നലെയും കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ചോദിച്ച ഒരേ ചോദ്യം, ഈ ഗവർണറും രാഷ്ട്രപതിയും ഈ ബില്ലുകൾ ഇത്തരത്തിൽ വൈകിപ്പിച്ചാൽ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള ചോദ്യമായിരുന്നു ഉയർത്തിയത്. ഇന്നും സമാനമായ ചോദ്യങ്ങളാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസ് BR ഗവൈ അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ച് ചോദിച്ചത്. അതായത് ഈ ബില്ലുകൾ ഇങ്ങനെ അനിശ്ചിതകാലം നീളുന്നതിൽ എന്താണ് പരിഹാരമെന്ന് ഭരണഘടനാ ബെഞ്ച് ചോദിച്ചു. നിയമനിർമ്മാണത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്കാണ്. ചില ഗവർണർമാർ വിവേചനാധികാരം പ്രയോഗിച്ചത് പല നിയമ നടപടികളിലേക്കും വഴിവെച്ചു എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. പക്ഷേ ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ വാദം, അതിൽ ഈ സോളിസിറ്റർ ജനറൽ വാദിക്കുന്നത് ഗവർണറുടെ വിവേചനാധികാര പ്രയോഗം അത് സംസ്ഥാന സർക്കാരിനെതിരെ അല്ല എന്നുള്ള ഒരു വാദമായിരുന്നു കേന്ദ്രം ഉന്നയിച്ചത്. എന്നാൽ ഈ ഗവർണർമാർ വിവേചനാധികാരം പ്രയോഗിച്ചതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. പക്ഷെ അതേസമയം തന്നെ ഈ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിട്ടടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വാദം അനുച്ഛേദം 356 പ്രകാരമാണ് ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അന്ന് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ട് പിരിച്ചുവിട്ടത്. ഇത് പ്രയോഗിക്കപ്പെടില്ലെന്നാണ് അന്ന് ഈ ഭരണഘടനാ ശില്പിയെ അംബേദ്കർ പോലും കരുതിയിരുന്നത്. എന്നാൽ അത് നിർഭാഗ്യവശാൽ പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നും കേന്ദ്രം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. പക്ഷേ ഭരണഘടനാ ബെഞ്ച് പറയുന്നത് പ്രധാന പ്രശ്നം ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കാനുള്ള സമയപരിധി സംബന്ധിച്ചാണെന്നും ഭരണഘടനാ ബെഞ്ച് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഈ ഒരു പ്രശ്നം ഗവർണർ തെരഞ്ഞെടുക്കേണ്ട ഒരു ഓപ്ഷനെ പറ്റിയല്ല, മറിച്ച് ഈ ബില്ലുകൾ പിടിച്ചുവെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് സുപ്രീം കോടതി ഇന്നും ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോഴും ഈ ഒരു റഫറൻസിന്മേലുള്ള കേന്ദ്ര സർക്കാരിന്റെ വാദം തുടരുകയാണ്. 3-4 ദിവസവും ഈ വാദം തുടരാനുള്ള സാധ്യതയാണുള്ളത്. കഴിഞ്ഞ ദിവസവും ഇതേ സമാനമായ ചോദ്യം ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ചോദിച്ചിരുന്നു. തമിഴ്നാട്ടിലെയും അതുപോലെ കേരളത്തിന്റെയും വാദം ഇന്നലെ ഉച്ചയോടെ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഈ റഫറൻസ് നിലനിൽക്കുമോ എന്ന കാര്യത്തിലുള്ള വാദമാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയുടെ ചില വിമർശനങ്ങൾ വരുന്നു. സിബിയാണ് വിവരങ്ങൾ നൽകിയത്.